നിയന്ത്രണ രേഖയിൽ വീണ്ടും പാകിസ്ഥാൻ വെടിവെപ്പ് തുടരുന്നു എന്നൊക്കെ വിനീത പറയുന്നുണ്ട്. എന്താണെന്നൊന്ന് ചോദിച്ചേ. വിനീത വിജി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് നമ്മുടെ അതിർത്തിയിലെ നിലവിലെ സാഹചര്യം? എന്താണ് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ പറഞ്ഞത് ഇന്ത്യൻ സേന തിരിച്ചടിക്കും എന്ന് പാക് മന്ത്രി തന്നെ പറഞ്ഞു. അത് ഭയന്നിട്ടാണോ എന്നറിയില്ല. പാകിസ്ഥാന്റെ ബോർഡറിലൊക്കെ തന്നെ വലിയ ആശങ്കകളും അസ്വസ്ഥതകളൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രജിൻ. ക്രിസ്റ്റീന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രജിൻ പറഞ്ഞതുപോലെ ഇന്നലെ ഈ പാക് മന്ത്രിയുടെ ഒക്കെ തന്നെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ഭീകരാക്രമണം ഉണ്ടായി തൊട്ട് പിന്നാലെ തന്നെ ഈ തുടർച്ചയായി ഈ അതിർത്തികളിൽ സമാന രീതിയിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നത് തന്നെയാണ്. അത് ഇന്ത്യൻ സൈന്യത്തിന് നേരെയാണ് പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഈ രാത്രി കാലങ്ങളിലാണ് ഇത്തരത്തിലേക്കുള്ളൊരു പ്രകോപനം അതിശക്തമായി തന്നെ തുടരുന്നത്. ഇന്നും സമാന റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് ഈ പാക് പോസ്റ്റുകളിൽ നിന്ന്, നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ അതിനെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുപ്വാര, ബാരമുള്ള, ഒപ്പം തന്നെ അഖ്നൂർ എന്നിവിടങ്ങളിലാണ് ഈ പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ശക്തമായി തിരിച്ചടിക്കുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയതാണ്. ഇവർ ഇതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. യെസ്, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അല്ലെ പാക് ബോർഡറിൽ ഈ പറയുന്ന പോലെ നമ്മുടെ അതിർത്തികളിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഇങ്ങനെ പ്രകോപനം തുടരുന്നുണ്ട്. അത് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. കാരണം ഇന്ത്യൻ സേനയുടെ കരുത്ത് എന്താണെന്ന് കൃത്യമായി ബോധ്യമുണ്ട് പാകിസ്ഥാന്. അത് ഏത് മേഖലയാണെങ്കിലും, അത് വ്യോമ മേഖലയായിക്കോട്ടെ, അതിനിപ്പം നാവികസേനയുടെ കരുത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഭയക്കുന്നതും ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിൽ. പക്ഷേ എപ്പോഴാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം വരുമ്പോൾ ചൈന അതിൽ ഇടപെടാറുണ്ട്. വിനീത, ഈ ചൈനീസ് ഇടപെടൽ, ചൈന ആയുധം നൽകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു ധൈര്യം കൂടിയാണോ വീണ്ടും ഈ പ്രകോപനം തുടരാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്? ക്രിസ്ത്യൻ, നമുക്കത് അത്തരത്തിലേക്കുള്ളൊരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ ആയിട്ടില്ല. പക്ഷെ അതേസമയം പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ഇന്ത്യ സ്വീകരിച്ച നടപടികളിൽ കടുത്ത അസ്വസ്ഥതയിലാണ്. ആ അസ്വസ്ഥതയും ആശങ്കയും തന്നെയാണ് ഇതിനോടകം ഇന്ത്യക്കെതിരായി പുറത്തുവരുന്ന പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭീഷണിയായും അവരുടെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനകളിലൊക്കെ തന്നെ അവർ കടുത്ത അസ്വസ്ഥത അവർക്കതിലുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിന്ധു നദീ കരാർ അടക്കം ഇന്ത്യ മരവിപ്പിച്ച നടപടിയിൽ ഉൾപ്പെടെ കടുത്ത പ്രതികരണവുമായി ഇതിനോടകം തന്നെ ഈ പാകിസ്ഥാൻ മന്ത്രിമാരടക്കം രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ അവരെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നു. ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ വലിയ ആശങ്കയും അവർക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കടുത്ത ആത്മവിശ്വാസമുണ്ട്. ഇതിനോടകം തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, സുരക്ഷാ മേഖലയിലാണെങ്കിലും ഇപ്പോൾ സൈന്യത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള, സൈന്യത്തിന്റെ അടുത്ത നീക്കങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ചെറിയ ഒരു നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതാണെന്നാണ് അറിയിപ്പ് ലഭ്യമായിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇന്നലെയൊക്കെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ സംയുക്ത സൈനിക മേധാവിയുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈനിക തലത്തിലാണെങ്കിലും ഒപ്പം സുരക്ഷാ തലത്തിലാണെങ്കിലും ഏത് ഘട്ടത്തിലും ഒരു തിരിച്ചടി ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് ശക്തമായി ഒരു മറുപടി നൽകാൻ ഇന്ത്യ ഇതിനോടകം തന്നെ ശക്തമാണ്, തയ്യാറാണ് എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. കരസേനയും വ്യോമസേനയും നാവികസേനയും ഒക്കെ ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞുവെന്ന് അവർ നേരത്തെ തന്നെ പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഈ സിന്ധു നദീ കരാർ മരവിപ്പിച്ചത് തന്നെയാണ്. അതിനെ തുടർന്ന് വലിയ ഭീഷണികൾ വരുന്നുണ്ട്. ഒപ്പം ചൈനയുടെ ഒരു പിന്തുണയും കൂടി ഇപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്നു. ആയുധങ്ങളടക്കം നൽകുമെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആ സ്ഥിതിഗതികളൊക്കെ തന്നെ ഇന്ത്യ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. ഏത് തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് തക്കതായ മറുപടി നൽകാൻ എല്ലാ സന്നാഹങ്ങളും ഇന്ത്യയും ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന.